ക്ലബ് ഫുട്ബോളിൻ്റെ ഏറ്റവും മഹനീയമായ യൂറോപ്പിൻ്റെ രാത്രിയിൽ ലിസ്ബണിൽ ഇന്നൊരു ക്ലൈമാക്സ് പിറന്നിട്ടുണ്ട്. ഓരോ ഭാരതികളുടെയും ഹൃദയം കവർന്ന അതിമനോഹരമായൊരു ക്ലൈമാക്സ്. ചുവന്നു തൊടുത്ത ലിസ്ബണിലെ ബെൻഫിക്കൻ ഗാലറിക്ക് ടർബിൻ ഒരു മാലാഖയെ അനുഭവപ്പെട്ട നിമിഷം. ആ ഒരൊറ്റ ഗോളിൻ്റെ അനുശ്വരതയിൽ ആനന്ദിച്ചു നിൽക്കുന്ന ബെൻഫിക്കൻ ആരാധകർക്കും ശിരത്ത് താഴ്ത്തേണ്ടി വന്ന യൂറോപ്യൻ രാജാക്കന്മാരുടെ മുന്നിലും പുൽമൈതാനിയിലൊരു സ്ലൈഡിംഗ് സെലിബ്രേഷനുണ്ട്. അതെ, ആബ്സല്യൂട്ട്ലി എ സിനിമ. മൗറീനോ ആരായിരുന്നു എന്ന് റയൽ മാഡ്രിഡിനെ മുന്നേ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആബലോ കഴിഞ്ഞ കാലങ്ങൾക്ക് ജോസിയോട് നന്ദി പറഞ്ഞാണ് എല്ലാം ആരംഭിക്കുന്നത്. പക്ഷേ അന്നോളം റയൽ മാഡ്രിഡ് തീർത്തുവച്ച ഐതിഹാസികതയ്ക്കും രാജകീയ വാഴ്ചകൾക്കും മുകളിൽ മൗറീനോ മറ്റൊരു പ്ലാൻ കൂടി നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. വീണ് കിട്ടുന്ന അവസരങ്ങൾ മാത്രമായിരുന്നില്ല, കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനാകാതെ അബദ്ധങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരുന്ന റയൽ മാഡ്രിഡിൻ്റെ കളിശൈലിക്കു നേരെ ബെൻഫിക്കയുടെ പ്രസിംഗ് ഗെയിം വിജയിക്കുക കൂടിയായിരുന്നു. കൂടെ വീണ് കിട്ടുന്ന ഓരോ പന്തുമായി വിരലിലെണ്ണാവുന്ന നീക്കങ്ങൾ കൊണ്ട് കോട്ടാവയുടെ ബോക്സിലേക്ക് നിരന്തരമായ ആക്രമണം. എന്നാൽ അസൻസിയുടെ ക്രോസ് ബെൻഫിക്കൻ ഡിഫൻസിനെ നോക്കുകുത്തിയാക്കി 30-ാം മിനിറ്റിൽ എംപാപ്പയിലൂടെ ഗോൾ നേടുന്നതിലൂടെ റയൽ മുന്നിലേക്ക്. എന്നാൽ ക്രിസ്റ്റീനിയ സുഡോക്കോ, ഷെൽഡ്രപ്പ് തുടങ്ങി വെച്ച ആക്രമണത്തിന് ഫലം കാണുവാൻ 5 മിനിറ്റ് ദൈർഘ്യം പോലും വേണ്ടി വന്നില്ല. ബെൻഫിക്കയുടെ ബോക്സിന് മുന്നിൽ എംപാപ്പയുടെയും വിരിയുടെയും വൺ ടച്ച് കളികളിൽ നഷ്ടപ്പെടുന്ന പന്ത് പിടിച്ചെടുത്ത് ബെൻഫിക്ക 3 ടച്ചുകൾ കൊണ്ടൊരു കൗണ്ടർ അറ്റാക്ക് നടത്തുന്നുണ്ട്. അടിതെറ്റി വീണ അസൻസിയോയും ഹ്യൂസിൻ്റെ മിസ് കമ്മ്യൂണിക്കേഷനും പാൽഡസിൻ്റെ ക്രോസും എല്ലാം ബെൻഫിക്കയ്ക്ക് അനുകൂലം. ആൻഡ് ഷെൽഡ്രപ്പിൻ്റെ പവർഫുൾ ഹെഡറും. മത്സരത്തിൻ്റെ 39-ാം മിനിറ്റിൽ ബെൻഫിക്കയുടെ കൗണ്ടറിൻ്റെ മൂർച്ച വീണ്ടും റയൽ മാഡ്രിഡിൻ്റെ പ്രതിരോധത്തെയും 6 യാർഡ് ബോക്സിനെയും വിറങ്ങിലിച്ച് കടന്നു പോകുന്നുണ്ട്. ഒടുവിൽ ടിബുവില്ലാത്ത പോസ്റ്റിൽ വാൾവെഡയുടെ ഗോൾ സേവിങ്ങും തുടർന്ന് ബെൻഫിക്കയ്ക്ക് അനുകൂലമായ ഒരു കോർണർ വിധിക്കുന്നുണ്ട് റയൽ ബോക്സിലേക്ക്. പക്ഷേ ആ കോർണർ എത്തും മുന്നേ ജോഷിമിനിയുടെ അനാവശ്യമായ ജേഴ്സി വലി ഓട്ടുമനി എന്ന എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ഫൗൾ നേടിയെടുക്കുന്നത് കാണാം. അതെ, വിധി ബെൻഫിക്കയ്ക്ക് അനുകൂലമായ പെനാൽറ്റി വിധിക്കുന്നുണ്ട്. തർക്കങ്ങളും മഞ്ഞക്കാടുകൾക്കും ഒടുവിൽ പാഡോസിൻ്റെ സെൻട്രൽ പെനാൽറ്റി കോട്ടോവയുടെ ശരീരത്തെ മുറിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നുപോയി. അതെ, ആദ്യ പകുതി 2-1 ലീഡിൽ ബെൻഫിക്കയ്ക്ക് അനുകൂലമായിക്കൊണ്ട് അവസാനിക്കുകയാണ്. തിരിച്ചടിക്കാൻ തീരുമാനിച്ച് തന്നെയാണ് റയൽ 2-ാം പകുതിയിൽ കളി ആരംഭിക്കുന്നത്. എന്നാൽ ബെൻഫിക്കയുടെ ഓരോ ചുവടുകളും റയൽ പ്രതിരോധത്തെ തരിപ്പിക്കും തരം തന്നെയായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ പ്ലാനുകൾക്ക് മുകളിൽ തിരിച്ചടി എന്നോണം 53-ാം മിനിറ്റിൽ ബെൻഫിക്ക റയൽ മാഡ്രിഡിൻ്റെ ബോക്സിൽ കയറി അടിക്കുന്നത് കാണാം. അതെ, ഷെൽഡ്രപ്പിൻ്റെ 2-ാം നിറയൊഴിക്കൽ. 3 ഗോളുകൾക്ക് പുറകിലായപ്പോൾ തന്നെ അതിനു മുകളിൽ മറ്റൊരു പ്ലാൻ റയൽ വെക്കുമെന്ന് ഉറപ്പായിരുന്നു. 58-ാം മിനിറ്റിൽ അതിനൊത്തൊരു നിമിഷവും പിറക്കുന്നുണ്ട്. ബെല്ലിഹാമിൻ്റെ സോളോ മാനേജിംഗ് റൺ. ബെൻഫിക്കൻ ബോക്സിൻ്റെ വലത് സൈഡിൽ റോഡ്രിഗോ ഹീൽ ചെയ്ത പാസ് ഗുളറിലേക്ക്. ഗുളർ കൃത്യമായി പ്രതിരോധത്തെ കീറിമുറിച്ചുകൊണ്ട് എംപാപ്പയിലേക്ക് ആ പന്തിനെ തഴുകി വിടുന്നുണ്ട്. അതെ, 2-ാം തവണയും എംപാപ്പയിലൂടെ റയൽ തിരിച്ചടിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു തീപ്പൊരി പോരാട്ടം. സമനിലയിലേക്ക് എത്തുവാൻ റയലും ഗോളടി നിർത്താൻ ഉദ്ദേശമില്ലെന്ന മട്ടിൽ ബെൻഫിക്കയും. ബെൻഫിക്കയ്ക്ക് അതിനൊരു കാരണമുണ്ടായിരുന്നു. 3 ഗോളിൻ്റെ ജയം മതിയായിരുന്നില്ല അവർക്ക് നോക്കൗട്ട് ഉറപ്പിക്കാൻ. 1 ഗോൾ കൂടി വേണമെന്ന് സാരം. അതിനിടയിൽ ടിബ് പലതവണ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. മിനിറ്റ് സൂചി 90 മിനിറ്റും കടന്ന് സഞ്ചരിച്ചു കഴിഞ്ഞു. അതിനിടയിൽ അസൻസിയോയും റോഡ്രിഗയും ഫൂളിഷസിൻ്റെ ഭാഗമായി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ബെൻഫിക്കൻ താരം ഫെഡറിക്കിൻ്റെ മുന്നേറ്റം നിറഞ്ഞ ബെല്ലിഹാമിന് നേരെ ഇൻ്റർസെപ്ഷൻ ഫൗൾ വിധിക്കുന്നുണ്ട്. പിന്നീടാണ് ആ സുന്ദര കാഴ്ച. വെള്ളവരയ്ക്കപ്പുറത്ത് മൗറീനോ തൻ്റെ താരങ്ങളോടെല്ലാം റയലിൻ്റെ ഗോൾമുഖത്തേക്ക് എത്താൻ ആജ്ഞാപിക്കുന്നത് കാണാം. കൂടെ ബെൻഫിക്കൻ ഗോൾ കീപ്പർ ടർബിനോടും പറയുന്നുണ്ട്. അതെ, ജോസെ അന്നും ഇന്നും വ്യത്യസ്തനാണ്. 1 ഗോളിൻ്റെ വില അതയാൾക്ക് തൻ്റെ ടീമിൻ്റെയും മാരുതിയുടെയും വിലയായി കൽപ്പിക്കേണ്ടതുണ്ട്. അതയാൾ തുലാസിൽ വെക്കുന്നുണ്ട്. ഒറ്റ ഗോളിൻ്റെ ലീഡിൽ മൗറീനോ എല്ലാ താരങ്ങളെയും റയൽ ബോക്സിലേക്ക് വലിച്ചിടുമ്പോൾ ഒറ്റ മിസ്റ്റേക്ക്, ഒറ്റ ലോങ് ഷോട്ട്,
അങ്ങനെ റയലിൻ്റെ റിയാക്ഷനിൽ ഒന്ന് തീർന്നു പോകാവുന്നതേ ഉള്ളൂ അതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം. അത് ജോസോക്കും നല്ലപോലെ അറിയാമായിരുന്നു. ഒടുക്കം ഫെഡറിക്കിൻ്റെ ഫ്രീ കിക്ക് 9 പേരായി ചുരുങ്ങിയ റയൽ ബോക്സിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് പിറന്ന സെക്കൻഡുകളെല്ലാം ഓരോ ഫുട്ബോൾ ആരാധകരെയും സ്വയം ആഘോഷത്തിലേക്ക് വലിച്ചിടുന്ന സുന്ദര നിമിഷങ്ങളായിരുന്നു. കളി കാണുന്നവൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ച മനോഹര കാഴ്ച. ടർബിൻ തൻ്റെ തല കൊണ്ട് ആ ക്രോസിനെ റയൽ ബോക്സിലേക്ക് തഴുകി വിടുന്ന കാഴ്ച. തിരിച്ചുവരവുകൾക്ക് പേരുകെട്ട റയലിൻ്റെ പ്രതാപകാലത്തെ പോലും മടിയേറു പറയിപ്പിക്കുന്ന നിമിഷമായിരുന്നു അത്. റയലിൻ്റെ ഗോൾ വല ചലിക്കുമ്പോൾ ഒരൊറ്റ ഗോൾ മൗറീനെയും സംഘത്തെയും ചാമ്പ്യൻസ് ലീഗിനെ നോക്കൌട്ടിൽ നിലയുറപ്പിക്കുവാൻ സഹായിക്കുന്നതും കാണാം. ബെൻഫിക്കൻ ആരാധകർ ഗാലറി കസാരകളിൽ ഇരിക്കപ്പൊറുതിയില്ലാതെ ആവേശം കൊള്ളുന്നതും കാണാം. ടർബിൻ അവർക്കെല്ലാം മാലാഖയായി അനുഭവപ്പെട്ട നിമിഷം. സഹതാരങ്ങളും ഡഗ്ഔട്ട് ക്യാമ്പും ഗ്രൗണ്ടിലേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. തൻ്റെ കണക്കൂട്ടുകൾ വിജയിച്ച മൗറിനോ എന്ന ഭീഷ്മർ ബോൾ ബോയ്മുത്ത് ആഘോഷം പങ്കിടുന്നുമുണ്ട്. ലിസ്ബണിലെ ആ രാത്രിയുടെ പകുതിയിൽ അനിശ്ചിതയുടെ നിമിഷങ്ങളിൽ ചാറ്റൽ മഴയിലത ടർബിൻ തൻ്റെ ആ സ്ലൈഡിംഗ് സെലിബ്രേഷനിൽ മുഴുകിയിരിക്കുന്നു. ലിസ്ബണിലെ വിധി ഇങ്ങനെയായിരുന്നു. ബെൻഫിക്ക അവരുടെ സർവ്വതും ത്യജിച്ച് പൂർണ്ണമായ സമർപ്പണവും നൽകി റയലിനെതിരെ കാലത്തെയും വിജയങ്ങളിലൊന്ന് നേടിക്കഴിഞ്ഞിരിക്കുന്നു. കൂടെ പുതിയൊരു ചരിത്രവും. റയൽ മാഡ്രിഡിലാകട്ടെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. സൂപ്പർ 8-ൽ നിന്നും പ്ലേ ഓഫിലേക്ക് വീഴുന്നുണ്ടവർ. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് ഈ ഒരു കളിയും കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകുമെന്നും ചർച്ചയാവുകയാണ്. മറുവശത്താകട്ടെ ബാഴ്സലോണയുടെ ഉയർച്ച മികച്ചതാകുന്നുണ്ട്. എല്ലാത്തിനുമുപരി ലിസ്ബണിൽ ബെൻഫിക്ക വിജയിക്കുക മാത്രമായിരുന്നില്ല, ബെൻഫിക്കയുടെ ചരിത്രത്തിനും കളിശൈലിക്കും എത്രമാത്രം മികവ് വന്നുവെന്ന് ഒരു തെളിവ് കൂടിയായിരുന്നു അത്. അഥവാ ജോസെ മൊറീനോ അയാൾ ചരിത്രവും ബെൻഫിക്കയുടെ കളിശൈലിയും മാറ്റി എഴുതുകയാണ് എന്ന്. നമുക്ക് ഈ കഥ ഇങ്ങനെ അവസാനിപ്പിക്കാം. ഇതെല്ലാം അയാൾക്ക് പുതിയ കാര്യമല്ലല്ലോ എന്ന്. Real Madrid will now be playing knockout phase football. They will be seeded. And Benfica with the most incredible winning goal, heading to the top 24 on goals difference ahead of Marseille. For the record, 4-2 is the final score.